അങ്ങനെ ഒരു മാസം കഴിഞ്ഞിട്ടാണ് ഇനി തൃശ്ശൂർക്ക് വരുള്ളൂ എന്നുള്ള ദൃഢപ്രതിജ്ഞയൊക്കെ തെറ്റിച്ചുകൊണ്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും തൃശ്ശൂരെത്തി. കാരണം നമ്മുടെ സംസ്ഥാന കലോത്സവം തൃശ്ശൂർ നടക്കുകയാണ്. അല്ലെങ്കിൽ ഈ തിരുവനന്തപുരം തൃശ്ശൂരൊക്കെ പോയി വരാനുള്ള ദൂരമേ ഉള്ളൂ. എന്നെപ്പോലെ ആഴ്ചയിൽ വരുന്ന ആൾക്കാരുണ്ട്. 2-3 ദിവസം കലോത്സവ നഗരിയിൽ ഞങ്ങൾ അങ്ങോട്ട് തെരാപ്പര നടന്നിട്ടുണ്ട്. ഞാൻ കണ്ട എല്ലാ കാഴ്ചകളും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. കാരണം വർത്താനം പറഞ്ഞ് തീരുന്നില്ല. അതുകൊണ്ട് വീഡിയോ എടുക്കാൻ മറന്നുപോയി. കഴിഞ്ഞ കൊല്ലം ഞാൻ തൃശ്ശൂരിലുള്ളപ്പോൾ തിരുവനന്തപുരത്ത് കലോത്സവം നടന്നു. ഇക്കൊല്ലം ഞാൻ തിരുവനന്തപുരത്ത് പോയപ്പോൾ തൃശ്ശൂർ കലോത്സവം നടന്നു. പക്ഷേ തോൽപ്പിക്കാനാവില്ല. കുറച്ചധികം നാളുകൾക്ക് ശേഷം ഞാൻ എൻ്റെ പ്രിയ സുഹൃത്തിനെ കണ്ടുമുട്ടിയിരിക്കുന്നു. ഞങ്ങളെല്ലാവരും കുറച്ച് ഓവർ ടാലൻറ്റഡ് ആണെന്ന് അവിടെ തെളിയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കോളേജിൽ ഷോർട്ട് പുട്ട് എറിയാൻ മാത്രമല്ല, ഡമ്പൽ പിടിച്ച് സമ്മാനം വാങ്ങാനും ഞങ്ങൾ ശക്തരാണ്. വിട്ടുകൊടുക്കില്ല. മ്യൂസിക് വിത്ത് ബോഡി മസിൽസ്. മുഖത്ത് പോലും ഒരു എക്സ്പ്രഷൻ വരാതെ നിൽക്കുന്ന ആ ഒരു പെൺകുട്ടിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേവസേനയ്ക്ക് ഇതൊക്കെ എന്ത്, ഇതിലപ്പുറം കാണാൻ കിടക്കുന്നേ ഉള്ളൂ. നിങ്ങളീ കാണുന്നത് ഇതല്ല ദേ ഈ കാണുന്നത്. അവന്റെ കണ്ണിലെ തീക്ഷ്ണത നിങ്ങൾ കാണുന്നില്ലേ? ഇപ്പൊ നിങ്ങളുടെ ഹീറോ എന്ത് ചെയ്യുന്നു? വിൽ ഹി ഗീവ് അപ്പ്? ഇനി ഞങ്ങൾ ചെറുക്കന്റെ വീട്ടുകാരുടെ കലാപരിപാടികളാണ്. ഒരിക്കലും ഉന്നം പിഴയ്ക്കുകയില്ല എന്നുള്ള ഉറച്ച വിശ്വാസത്തോടു കൂടി അവൻ ഇറങ്ങി. പക്ഷേ ഈ തവണ ഉന്നം ചെറുതായിട്ടൊന്ന് പിഴച്ചുപോയി. പക്ഷെ കുഴപ്പമില്ല, ജസ്റ്റ് മിസ്സായിപ്പോയി. പക്ഷെ നമ്മൾ അതിലൊന്നും തളരില്ല. ലൈഫ് ഓഫ് തൃശ്ശൂർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേജിൽ നിന്ന് കുറച്ച് ചോദ്യങ്ങൾ വെച്ചിട്ട് ഒരു ഹെഡ്സെറ്റും കിട്ടി. അങ്ങനെ ഞങ്ങളുടെ പ്രകടനങ്ങൾക്ക് ശേഷം അവിടുത്തെ പിള്ളേരുടെ വൃന്ദവാദ്യം ആസ്വദിച്ചിരുന്നു. അപ്പോൾ ഓക്കെ, ബൈ.